ഉത്തരം കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിന് പകരം പരിശുദ്ധാത്മാവ് ഈ ലേഖനത്തിനകത്ത് 1000 കൂട്ടം കാര്യങ്ങൾ ഇവരുടെ ഭാഗത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് 4 കാര്യങ്ങൾ വിശ്വാസത്തിലിറങ്ങിയവർക്കുണ്ടെന്ന് ദൈവം തെളിയിച്ചു. സ്തോത്രം. ആ 4 കാര്യങ്ങൾ ഞാൻ എന്താണ് ഈ 4 കൂടി ഇന്ന് പറയാൻ പറ്റിയല്ല. കാരണം 4 പോയിന്റുകൾ പറഞ്ഞാൽ പോരാ. അത് നിങ്ങൾക്ക് തെളിയിച്ചു തരണമെങ്കിൽ ഇന്നും നാളെയൊക്കെ എടുക്കേണ്ട വരും. സ്തോത്രം. 4 കാര്യങ്ങൾ നമുക്കുണ്ട് അഥവാ നിങ്ങൾക്കുണ്ട് എന്ന് തെളിയിച്ച് ഈ പുസ്തകത്തിനകത്ത് എഴുതി. അത് നമുക്കൊന്ന് പതുക്കെ ആ 4 കാര്യങ്ങളിലേക്ക് കിടക്കാം. അത് 4ഉം എല്ലാ കാലത്തും എന്തൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും അതിനെല്ലാത്തിനും കൂടി ഒരു പരിഹാരമാണ് ഉണ്ടെന്ന് പറയുന്ന ഈ 4 കാര്യം. അത് ഈ കൺവെൻഷനിൽ നിങ്ങളുടെ മനസ്സിനകത്ത് കയറിയാൽ പിശാച് നിങ്ങളോട് ഇനി എന്തൊക്കെ ഇല്ലെന്ന് പറഞ്ഞാൽ ഈ 4 കാര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഒരു സമാധാനം കിട്ടുകയല്ല. ഇതൊരു പാസ്വേഡ് പോലെയാണ്, ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറാം. അതുപോലത്തെ 4 കാര്യങ്ങൾ. ആദ്യത്തത് 4-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിനാണ് പറഞ്ഞിരിക്കുന്നത്. 4-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കാമോ? 4-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. ആകയാൽ ദൈവപുത്രനായി യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് മതി. അതിനകത്ത് നിങ്ങൾ അടിവരയിടുന്നവരാണെങ്കിൽ മൊത്തം വരയ്ക്കാതെ ഈ ഭാഗം മാത്രം അടിവരയിടണം. ഇന്നത്തെ പ്രസംഗത്തിനകത്ത് ഈ പ്രാവശ്യത്തെ സിംഗപ്പൂരിലേക്കുള്ള വരവിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശുവിനെ അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന സന്ദേശത്തിനകത്ത് നിങ്ങളെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ് നമുക്കുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്കുള്ളത് കൊണ്ട് എന്ന വാക്കിൻ്റെ അടിയിൽ മാത്രം നിങ്ങൾ വരയിടുന്നെങ്കിൽ വരയിടുക. സ്തോത്രം. മൊത്തത്തിലങ്ങ് വരയിടുവാണെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബൈബിളിനകത്ത് മൊത്തം വരയാകുന്നു. പിന്നെ ബൈബിൾ സൊസൈറ്റിക്കാരോട് വരച്ചിങ്ങ് തരാൻ വരുവാണെങ്കിൽ പിന്നെ നമ്മളിനി വരയ്ക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിയാനാണ് വരയ്ക്കുന്നതെങ്കിൽ ആ വിഷയത്തിൻ്റെ അടിയിൽ മാത്രം വരയിടണം. നമുക്കുണ്ട് എന്നുള്ളതിൻ്റെ അടിയിൽ മാത്രം വരയിട്ടേക്ക് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ പശ്ചാത്തലം. ഇവരോട് ചോദിച്ചാൽ പറയും, ഇവരുടെ മുഖം വാടിയിരിക്കുകയാണ്. പറയും, എന്താ മുഖം വാടിയിരിക്കുന്നത്, എന്തിനാ സന്തോഷിക്കുന്നത്? സ്തോത്രം. ഒന്നുമില്ല. സ്തോത്രം. ഓരോ ഇല്ലായ്മയുടെ കാര്യം പറയും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ദൈവം പറയുകയാണ്, ദൈവം എഴുതിക്കുകയാണ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. നിങ്ങൾക്കൊരു ഒരു അധികാരിയുടെ അടുക്ക പോയി, കളക്ടറുടെ അടുക്ക പോയിട്ട് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്ന പറയാനുള്ള അവകാശമില്ല. അങ്ങേര് നിങ്ങളെ പിടിച്ചകത്തിടത്തുള്ളൂ. ഇങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു. എന്താ എഴുതിയിരിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുന്ന വാക്കിതാണ്, ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട്. നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. സ്വീകാരം. സ്തോത്രം. സ്വീകാരം. ആ വാക്കുകളെല്ലാം ഞാൻ പറഞ്ഞല്ലോ 1078 വിഷയങ്ങളുള്ളതിനകത്തൊന്നാണ് സ്വീകാര്യം എന്നല്ല എഴുതിയിരിക്കുന്നത്, സ്വീകാര്യം എന്നെഴുതിയിരിക്കുന്ന ആ വാക്ക്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന ആ വാക്കിന് ഭയങ്കരമായിരിക്കുന്ന അർത്ഥമുണ്ട്. 1, 2, 3 ഭാഗത്ത് മാത്രം എബ്രായ ലേഖനത്തിനകത്ത് സ്വീകാര്യം എന്ന വാക്ക് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. എഴുതിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ വാക്കത്തേക്ക് നമ്മുടെ വിഷയം വിശദീകരിക്കാൻ പറ്റിയല്ല. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ പഠിക്കുന്നവർ നോട്ട് ചെയ്തിട്ട് പിന്നീട് മറ്റിതിൻ്റെ ഭാഷകൾ കൂടി വെച്ച് പഠിക്കാൻ വേണ്ടി നോക്കുക. അന്നേരം കുറച്ചുകൂടെ നമുക്ക് ആ വാക്കിന് കിട്ടും കേട്ടോ. സ്തോത്രം. യേശുക്രിസ്തു അസ്വീകാരം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ആകാംക്ഷാഭരിതരായിരിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം. ആ വാക്കിൻ്റെ അർത്ഥം വാസ്തവത്തിൽ ഇത്രയേ ഉള്ളൂ, 2 കക്ഷികൾ തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്. സ്തോത്രം. ഉടമ്പടിയാണ്. ഉടമ്പടി പുതിയ നിയമത്തിനകത്ത് ഉടമ്പടിയാണ്. ഈ സ്വീകാര്യം എന്ന വാക്കിനെ ഞാൻ പറയുകയാണ്. ആ വാക്ക് കണ്ടോ, സ്വീകാര്യം. ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തത് എന്നല്ല എൻ്റെ അർത്ഥം. ആ സ്പെല്ലിങ് തന്നെ വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷിലേക്ക് നോക്കിയാൽ കുറച്ചുകൂടെ ഗൗരവമായിട്ട് കിട്ടും. എനിക്ക് ഇംഗ്ലീഷ് പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ വാക്കിലേക്ക് നോക്കിയെങ്കിലും പറയാതിരുന്നത് കേട്ടോ. സ്തോത്രം. പല വേർഷനിലും പല രീതിയിലാണ് കിടക്കുന്നത്. എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. പക്ഷേ അതിലേക്ക് ഞാൻ ശ്രമിക്കുന്നത് നല്ലതല്ലെന്നുള്ള ബോധ്യം എനിക്കകത്തുള്ളത് കൊണ്ടാണ്. എങ്കിലും ഞാൻ എൻ്റെ അർത്ഥം നിങ്ങളോട് പറയാം. സ്തോത്രം. പഴയ നിയമം നിയമമാണ്. പുതിയ നിയമത്തിനകത്ത് പുതിയ നിയമം എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞ് ശീലിച്ചത്. അതൊന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. പഴയ നിയമം നിയമം എന്നുള്ളതാണ്. നിയമം ലോയാണ്. ലോ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷൊക്കെ വായിക്കുമ്പോൾ ന്യായപ്രമാണം ലോ എന്ന് എഴുതി, നിയമം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് ഒരാൾ വരുമ്പോൾ ലോ അല്ല, എഗ്രിമെൻ്റാണ്, ഉടമ്പടിയാണ്. എന്താ തമ്മിലുള്ള വ്യത്യാസം പറയാം. സ്തോത്രം. വാഹനം ഓടിക്കുമ്പോൾ
80 കിലോമീറ്റർ സ്പീഡിൽ പോകാവുന്ന റോഡിലൂടെ 80 കിലോമീറ്റർ സ്പീഡിൽ പോകാവുള്ളൂ എന്നുള്ളത് ഏത് രാജ്യത്തെയും ലോയാണ്. രാഷ്ട്രത്തിൻ്റെ ലോയാണ് 80 കിലോമീറ്ററിൽ ഓടിക്കാവൂ. അതിപ്പോൾ ഈ ആരാണെങ്കിലും കുഴപ്പമില്ല, 80 കിലോമീറ്റർ ഓടിക്കാവൂ, നിയമമാണ്. 80 കിലോമീറ്റർ കൂടുതൽ ഓടിച്ചാൽ ശിക്ഷയ്ക്ക് വിധേയപ്പെടേണ്ടി വരും. നിങ്ങൾ വണ്ടി മേടിക്കാൻ നേരത്ത് സർക്കാർ നിങ്ങളോട് ചോദിച്ചായിരുന്നോ ഇങ്ങനെ നിയമം ഉണ്ടാക്കണേ? ചോദിച്ചായിരുന്നു? ഇരിപ്പ് കണ്ടിട്ട് ചോദിച്ച ലക്ഷണമുണ്ട്. ചോദിച്ചോ? ഇങ്ങനെ വണ്ടി മേടിച്ചല്ലോ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 80 നിർത്തണോ 90 നിർത്തണോ എന്ന് ചോദിച്ചായിരുന്നോ? നമ്മളോട് ചോദിച്ചൊന്നുമില്ല. സർക്കാർ ലോ ഉണ്ടാക്കി, ഇതിലെ വണ്ടി ഓടിക്കണമെങ്കിൽ 80 മൈലിൽ കൂടുതൽ ഓടിക്കാൻ പാടില്ല. നമ്മളോട് ചോദിച്ചിട്ടൊന്നും അല്ല ഉണ്ടാക്കിയത്. അത് പഴയ നിയമം. ദൈവം നമ്മളോടൊന്നും ചോദിച്ചില്ല, ദൈവം എഴുതി വെച്ചു, മോശയ്ക്ക് എഴുതി കൊടുത്തു, ഇന്നത് 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 ചെയ്യരുത്, അത് എഴുതി കൊടുത്തു. അത് ഇവിടെ ആലോചിച്ചിട്ടും ചോദിച്ചിട്ടൊന്നും അല്ല. മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് പുറത്ത് കൊണ്ടുവന്നു, പാലും തേനും കൊടുക്കുന്ന ദേശം കൊടുക്കാന്നൊക്കെ പറഞ്ഞു. ചെങ്കടൽ കയറി കഴിഞ്ഞപ്പോഴാണ് കല്ലും കൊണ്ട് ദൈവം വരുന്നത്. അതുവരെയും കല്ലും കൊണ്ട് വന്നോ? ഏത് കല്ലും കൊണ്ടാ? കൽപ്പലക. അപ്രതീക്ഷിതമായിട്ട് വളരെ, ഒരു വാക്കുപയോഗിക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, വളരെ വിദഗ്ധമായ രീതിയിൽ മോശയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, 2-3 ദിവസത്തേക്ക് ഒത്തിരി ഇതല്ലേ അങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്തിനാന്ന് മോശയ്ക്ക് പോലും അറിയില്ലായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത്, അവിടെ ഇരിക്കും, ഞാൻ സൂത്രം എഴുതി തരാമെന്ന്. എഴുതി തന്ന മുഴുവൻ എന്നാ? ലോയാണ്. മേലാകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് കീഴെയുള്ള ഒന്നിൻ്റെ സാദൃശ്യം ഉണ്ടാക്കിയാകട്ടെ. മോശയോട് ചോദിച്ചോ, മോശേ ഭൂമിക്ക് മുകളിലുള്ളതെന്ന് എഴുതണോ, അത് വിട്ടേക്കട്ടെ എന്ന് ചോദിച്ചോ? ഇല്ലല്ലോ. മോശയോട് ചോദിച്ചൊന്നുമില്ല, ആരോടും ചോദിച്ചില്ല, കമ്മിറ്റി വിളിച്ചില്ല, ജനറൽ ബോഡി കൂടിയില്ല. എഴുതി കൈ കൊടുത്തിട്ട് പറഞ്ഞു താഴെ പോട്ട് അനുസരിപ്പിക്കണം. എന്നാൽ പുതിയ നിയമത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു വരുമ്പോൾ, നിങ്ങൾ ഇതിനകത്തേക്ക് വരുമ്പോൾ സഭയുടെ നടപടികളല്ല പറയുന്നത്, യേശുവുമായിട്ട് 2 കക്ഷികൾ തമ്മിലൊരു ഉടമ്പടി ചെയ്യുകയാണ്. സ്തോത്രം. മനസ്സിലാവുന്നോ? ഉടമ്പടി ചെയ്യുകയാണ്. എന്താ പറയുന്നത്? നാം യേശുവിനോട് പറയുന്നു, കർത്താവേ, ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ അങ്ങയെക്കുറിച്ച് എനിക്കാരും പറഞ്ഞു തരാനില്ലായിരുന്നു. പാരമ്പര്യമായിട്ട് ഞങ്ങൾ ചെയ്തു പോകുന്ന കുറേ നടപടികളുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങ് ഒരാളെ ഞങ്ങളുടെ അടുക്കലേക്ക് അയച്ച് ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ മനസ്സിലായി, അങ്ങ് ദൈവമാണ്, ഞങ്ങളെ പ്രകാശിപ്പിക്കാനാണ് അങ്ങ് കാൽവരി ക്രൂശിൽ മരിച്ചത്. അങ്ങ് സ്വർഗത്തിലെ തേജസ്സിൻ്റെ പ്രഭയാണ്, അങ്ങയുടെ ചങ്കിലെ ചോരയാണ് ഞങ്ങളെ രക്ഷിച്ചത്. അങ്ങ് ഇഞ്ചിഞ്ചായി പടഞ്ഞു മരിക്കുമ്പോൾ എന്നെ സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ തുറക്കുകയായിരുന്നു. അങ്ങേറ്റ ഓരോ ചാട്ടവാറടിക്കകത്തും അങ്ങയുടെ അടിപ്പിണറിനകത്ത് എൻ്റെ സൗഖ്യം ഉണ്ടായിരുന്നു, എൻ്റെ സമാധാനം ഉണ്ടായിരുന്നു. ഇത് എൻ്റെ 46-ാം വയസ്സിലാണ് എനിക്ക് മനസ്സിലായത്. അങ്ങ് ഇത്ര സ്നേഹവാനാണെന്ന് അറിഞ്ഞത് ഇപ്പോഴാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയോട് പറയുന്നു, ഇനി ഞാൻ പാപം ചെയ്യില്ല. ഞാൻ അങ്ങയുടെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച്, സ്തോത്രം, ദൈവകുടുംബത്തിൻ്റെ മകനായി അങ്ങയുടെ കൂടെ അങ്ങയുടെ സാക്ഷിയായി നിൽക്കാമെന്ന് ഞാൻ തീരുമാനിക്കുന്നു എന്ന് നാം ദൈവത്തോട് അങ്ങനെയാണോ? അല്ല, ഞാൻ പറയുന്ന മാത്രം കേട്ടിരിക്കുകയല്ല. അങ്ങനെയാണോ? രക്ഷിക്കപ്പെടൽ അങ്ങനെയാണോ? അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ യേശു നമ്മോട് പറയുന്നു, നീ എന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ടും വിശ്വസിച്ചതുകൊണ്ടും എനിക്ക് വേണ്ടി ജീവിക്കാമെന്ന് തീരുമാനിച്ചതുകൊണ്ടും ഞാൻ ലോകാവസാനത്തോളം നിൻ്റെ കൂടെ ഇരുന്നോളാം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ ഇവിടുത്തെ ജീവിതം കഴിഞ്ഞ് വരുമ്പോൾ നിന്നെ ഞാൻ ഇരുത്തിക്കോളാം. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഞാൻ നിന്നെ കൊണ്ടുപോയിക്കോളാം. ഹല്ലേലൂയ. റാപാ ശാഖാനാദാര. പുതിയ നിയമം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. യേശുക്രിസ്തു കുറേ സ്തോത്രം നിങ്ങളുടെ കൊച്ചിന് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ നേരത്ത് 20 ലക്ഷം രൂപയും കൊടുത്തു, ഒരു പ്രോസ്പെക്ടസും കയ്യിൽ തന്നിട്ട് ഇതിനകത്ത് 9 മണിക്ക് എഴുന്നേറ്റോളണം, സ്തോത്രം, ഇവിടെ കഞ്ഞിയും പേരേ ഉള്ളൂ കുടിച്ചോളണം, സ്തോത്രം എന്തെന്ന് എഴുതി തന്ന പോലെ കർത്താവ് ഇവിടെ എഴുതി തന്നിട്ട് നിങ്ങളെ പിടിച്ചു മുക്കി ഇതിനകത്ത് ആക്കിയതല്ല. യേശുവും നമ്മളുമായിട്ടൊരു ഉടമ്പടിയിലെത്തിയാണ് ഈ മാർഗത്തിനകത്ത് വന്നത്. മനസ്സിലാവുന്നോ?
അപ്പോൾ ഇത് രക്ഷിക്കപ്പെട്ടു യഥാർത്ഥ വാതിലിലൂടെ അകത്ത് വരുന്നവൻ കർത്താവിനോട് പറയുന്നു, മനുഷ്യരുടെ മുമ്പാകെ എന്നെ ഏറ്റുപറയുക എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഈ തീരുമാനമാണ്. നാം അങ്ങോട്ട് പറയുമ്പോൾ അവിടെ നിങ്ങോട്ട് പറയുന്നു, ഞാൻ നിന്നെ കൈവിടിയേല. സ്തോത്രം, ഹല്ലേലൂയ. നാട്ടിൽ വരുമ്പോഴോ ഇവിടെ വെച്ചോ നമ്മുടെ വിവാഹം വല്ലതും കണ്ടിട്ടുണ്ടോ? പാസ്റ്ററുടെ മോളുടെ കല്യാണമായിരുന്നു അറിഞ്ഞു. സ്തോത്രം. വിവാഹത്തിന് നിങ്ങൾ ആരെങ്കിലും ഓൺലൈനിൽ കണ്ടെങ്കിൽ എങ്ങനെ കണ്ട സംഭവമൊക്കെ അറിഞ്ഞതിന് ശേഷം ആചാര്യനായിരിക്കുന്ന ആൾ പെണ്ണിനെയും ചെറുക്കനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് സ്തോത്രം ആദ്യം പുരുഷൻ്റെ വിവാഹം കഴിക്കുന്ന മണവാളനായിരിക്കുന്ന പുരുഷനോട് പറയും, സ്തോത്രം, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഉടമ്പടി വാചകങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടല്ല, നിൻ്റെ ഭാര്യയായി വരുന്ന ആ പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവളോട് പറയണം. സ്തോത്രം. കേട്ടിട്ടുണ്ടോ? നീ അടുത്ത കല്യാണത്തിന് വിളിക്കാൻ തന്നെ വരണം. സ്തോത്രം. എല്ലാം കേൾപ്പിക്കുക. എങ്ങനെയാണ് കല്യാണത്തിന് വിളിച്ച ആ ഓഡിറ്റോറിയത്തിന് മുമ്പിൽ പോയി നിൽക്കുകയുള്ളൂ. ഒന്നും തള്ളും ഉണ്ടാക്കി അവിടെ എങ്ങനെ അതിന് ഇതൊക്കെ കാണണം. മരണം കയറണം. ചില നേരത്തെ പോയി മുമ്പിൽ സീറ്റ് പിടിച്ചിട്ട് എന്നെ ഈ നടക്കുന്നതെന്ന് കാണണം. ഇതെല്ലാം കണ്ടിരിക്കണം. അപ്പോൾ അവനോട് പറയും, സ്തോത്രം, ഞാനും കല്യാണം നടത്തിയിട്ടുണ്ട്. അപ്പനോട് പറയും, മോനെ എൻ്റെ മുഖത്തേക്കല്ല, ഇതാണ് ഏറ്റവും വലിയ കാര്യമുണ്ട്. നീ ആ കൊച്ചിനോട് അവളോട് പറയണം, ഈ പറയാൻ പോകുന്നു ഉടമ്പടിയാണിത്. ആ പെൺകൊച്ചിനോട് പറയും, നിൻ്റെ ആയുസ്സിൽ മഹാദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് നിനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഉറപ്പാണിത്. പോകാൻ നേരത്ത് നിൻ്റെ കയ്യിൽ സ്തോത്രം വേറെ ഒന്നും കെട്ടിയും പിടിച്ചൊന്നും വിടാനില്ല. ഈ ഒരു വാക്കാണ് ദൈവം മുമ്പിൽ വെച്ച് പറയുന്നത്. അത് നിൻ്റെ അവകാശമാണ്. നീ ശ്രദ്ധയോടെ ആ വാക്ക്, ആ ഉടമ്പടി പിടിച്ചോളണം. ലാസ്റ്റ് അവൻ പറഞ്ഞു കഴിയുമ്പോൾ പെണ്ണിനോട് പറയും, മോളെ, ഈ പറയാൻ പോകുന്ന വാക്ക്, ഈ നിൽക്കുന്നവൻ നിൻ്റെ ഭർത്താവായി വരികയാണ്. അവന് കൊടുക്കുന്ന ഉറപ്പാണ്. അവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് നീ അവന് വാക്ക് കൊടുക്കണം. അവനോട് പറയും, നീ അത് സ്വീകരിച്ചോളണം. അപ്പം 2 പേർ തമ്മിൽ ഉടമ്പടി ചെയ്യുക. സ്തോത്രം. എന്നതുപോലെ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ സ്തോത്രം നാം കർത്താവിനോട് പറയുന്നു, ഞാൻ ഇനി പാപം ചെയ്യില്ല, ഞാൻ അങ്ങയുടെ മകനായി ജീവിച്ചോളാം, അങ്ങയുടെ സാക്ഷിയായിക്കോളാം, അങ്ങയുടെ അന്തസ്സിന് കേടുവരുത്തുന്ന ഒന്നും ഞാൻ ചെയ്യില്ല, അങ്ങ് പറയുന്നതൊക്കെ അനുസരിച്ചോളാം എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ കരഞ്ഞ് കർത്താവിൻ്റെ കാൽക്കൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് പറയും, കരയണ്ട, നീ എനിക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് ആരൊക്കെ കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടില്ല, ആര് മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരും. സ്തോത്രം. ഞാൻ തരും, ഞാൻ നിന്നെ പട്ടിണി. നമ്മളൊരു കല്യാണം നടത്തുമ്പോൾ തന്നെ അങ്ങനെയല്ലേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ സർവശക്തനായിട്ടുള്ള ഉടമ്പടിക്കകത്ത് എങ്ങനെയാണ്? ആ ഉടമ്പടിയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പെണ്ണിനെയും ചെറുക്കൻ്റെയും കാര്യം പറഞ്ഞതുപോലെ എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ സ്വീകാരം എന്ന് പറയപ്പെട്ടിരിക്കുന്നത് ഈ ഉടമ്പടിയാണ്, ഈ എഗ്രിമെൻ്റാണ്. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്തൊക്കെ കൈവിട്ടാലും ആ സ്വീകാര്യം വിടരുത്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? നീ രക്ഷിക്കപ്പെട്ടെ എന്ന് നിന്റെ കർത്താവ് നിന്നോട് പറഞ്ഞില്ലേ, അപ്പം നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന്. അത് നീ ഒരിക്കലും മറക്കരുത്. പിശാച് വന്ന് പറയും, നിനക്കിങ്ങനെ സംഭവിച്ചില്ലേ, നിന്നെ അവൻ മറന്നില്ലേ, ഒരു നിമിഷത്തേക്കും നിന്നെ മറന്നത് കൊണ്ടല്ലേ നിനക്കിങ്ങനെ പറ്റിയത്, നീ ഒറ്റപ്പെട്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഇളകരുത്. നീ പറയണം, ആരൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇല പൊഴിഞ്ഞു പോയതുപോലെ പോയാലും എൻ്റെ യേശു എന്നെ മറക്കത്തില്ല, ഞാൻ ആ സ്വീകാരം വിടത്തില്ല, അതിൽ മുറുകെ അതിൽ മുറുകെ പിടിക്കും. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവരോടൊക്കെ പറയുക, ഞാൻ യേശുവിനെ തന്നെ ഫോക്കസ് ചെയ്ത് പ്രസംഗിക്കാൻ തന്നെ മനസ്സിൽ കരുതിയ വരുന്നത്. പക്ഷെ ദൈവം നിങ്ങളെ ചിലരെ പറഞ്ഞുറപ്പിക്കുക. നാം രക്ഷിക്കപ്പെട്ടത് വെറും ഒരു മതം മാറ്റമല്ല, മതചടങ്ങല്ല, നമ്മളൊരു ഉടമ്പടിയിലൂടെ അതിനകത്ത്. ഇത് ലോയല്ല. സ്തോത്രം. ഇവിടെ ഇതേ പറ്റുള്ളൂ എന്ന് അടിച്ചവൻ നിനക്ക്. അതുകൊണ്ടാണ് സ്തോത്രം കർത്താവ് എല്ലാ ജാതിയിൽ നിന്നും ആർക്കും വരാം, പക്ഷെ ഉടമ്പടി ചെയ്താണ് അകത്ത് കയറുന്നത്. അതിന് എബ്രായ ലേഖനം വിളിക്കുന്ന പേരാണ് സ്വീകാരം. സ്തോത്രം. ഹല്ലേലൂയ. അതിനെ മുറുകെ പിടിക്കണം. എന്ത് കഷ്ടം വന്നാലും അവൻ എന്നോട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അതിനെ മുറുകെ പിടിക്കണം. ഇവിടെ എഴുതിയിരിക്കുന്നത് ആ വാക്കൊന്നോടെ പറഞ്ഞ് നമുക്ക് അവസാന ഭാഗത്തേക്ക് ഇന്നത്തെ ദിവസം ചെന്നെത്തണമല്ലോ. ഇല്ല എന്ന് പറയുന്നവരോട് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നൊരു വസ്തുതയാണ്. എന്താ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്? യേശു ആകാശത്തുകൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുണ്ട് മഹാപുരോഹിതനായി. യേശുക്രിസ്തു മഹാപുരോഹിതനാണെന്ന്
വേറെ ഒരു എഴുത്തുകാരും പറഞ്ഞിട്ടില്ല. പത്രോസിൻ്റെ ലേഖനത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നാം രാജകീയ പുരോഹിത വർഗം എന്നൊക്കെ പറഞ്ഞു, പക്ഷേ യേശു മഹാപുരോഹിതനാണെന്ന് അവിടെ പറഞ്ഞില്ല. ഗലാത്യ ലേഖനമോ കൊരിന്ത്യർ ലേഖനമോ ഒന്നും പറഞ്ഞില്ല. പക്ഷേ എബ്രായ ലേഖനത്തിനകത്ത് സ്തോത്രം ഈ എഴുത്തുകാരനെ കൊണ്ട് എഴുതിപ്പിച്ചു, യേശു മഹാപുരോഹിതനാണ്, സഭയുടെ മഹാപുരോഹിതൻ. സ്തോത്രം. അത് തന്നെ എത്ര ഭയങ്കരമായിട്ട് എഴുതിയിരിക്കുന്നതെന്നറിയാമോ? മഹാപുരോഹിതൻ എന്നുള്ള വാക്ക് ഇതിനകത്ത് കിടന്നങ്ങ് മറിയുക. അത് തന്നെ പഠിച്ചാൽ നമുക്കൊരു വലിയ ഗംഭീരമായി. എട്ടാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിച്ചേ. 8:4. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ, 8:4, അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകില്ലായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഭൂമിയിൽ ആയിരുന്ന സമയമുണ്ട് യേശു, ഏകദേശം 33.5 വർഷം. അതിൽ 3.5 വർഷക്കാലം യേശു ശുശ്രൂഷയിലായിരുന്നു. പക്ഷെ ഭൂമിയിലായിരുന്നപ്പോൾ യേശു ആരല്ലായിരുന്നു? പുരോഹിതനല്ലായിരുന്നു. പൂർവകാല നിത്യതയിൽ യേശു ഉണ്ടായിരുന്നു, അന്ന് യേശു പുരോഹിതനല്ലായിരുന്നു. ഭൂമിയിലായിരുന്ന കാലഘട്ടത്തിൽ യേശു പുരോഹിതനല്ലായിരുന്നു. അപ്പോൾ വീണ്ടും യേശുവിനെ നമ്മൾ റിവീൽ ചെയ്ത് കൊണ്ടിരണം. യേശു ഇവിടെ വന്ന് മരിച്ചടക്കപ്പെട്ട് തിരിച്ചു പോയതിന് ശേഷം യേശുവിൽ സിദ്ധിച്ച അപാരമായിരിക്കുന്ന ഇതുപോലത്തെ ചില പദവികളുണ്ട്. സഭ ഉണ്ടായപ്പോഴാണ് യേശു മഹാപുരോഹിതനായത്. സ്തോത്രം. മനസ്സിലാകുന്നു? ലോകത്തിലെ എല്ലാ ആളുകളുടെയും മഹാപുരോഹിതനല്ല യേശു. ദൈവസഭയ്ക്കകത്ത് അംഗമായവരുടെ മാത്രം മഹാപുരോഹിതനാണ് യേശു. സ്തോത്രം. സഭയുടെ മാത്രം മഹാപുരോഹിതൻ. സ്തോത്രം. ഇപ്പൊ ഭൂമിയിലായിരുന്നപ്പോൾ യേശു പുരോഹിതനല്ല. ഭൂമിയിലായിരുന്നെങ്കിൽ അവൻ പുരോഹിതനാകത്തുമില്ലായിരുന്നു. ഇവിടെ നിന്നെടുത്തു കൊള്ളപ്പെട്ട് സ്വർഗത്തിലെത്തിയതിന് ശേഷമാണ്, ദൈവസഭ സംജാതമായതിനു ശേഷമാണ് സഭയുടെ മഹാപുരോഹിതനായി യേശുവിനെ പിതാവായി ദൈവമാക്കി വെക്കുന്നത്. ഞാൻ വ്യാഖ്യാന പുസ്തകത്തിൽ നിന്നല്ല, ബൈബിളിൽ നിന്ന് റെഫറൻസ് എടുത്ത് കാണിക്കുക. അപ്പോഴും നമുക്ക് പിടികിട്ടുന്നില്ല മഹാപുരോഹിതൻ നമുക്കുണ്ട് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. കാരണം ഇവർക്ക് ഇല്ലായ്മയുടെ കണക്കും പറഞ്ഞുകൊണ്ടല്ലേ ഇവർ കഷ്ടപ്പെട്ട് നിൽക്കുന്നത്. ഇല്ലല്ലോ, സൗഖ്യമില്ല, വീടില്ല, കടമാണ്, ഞെരുക്കമാണെന്ന് മഹാപുരോഹിതനുണ്ടെന്ന് പറഞ്ഞ എന്താ കാര്യം? ഞാനത് പറയുമ്പോൾ ഉദാഹരണം പറയാറുണ്ട്. ഞാനൊരു സഭയുടെ പാസ്റ്ററാണ്. എൻ്റെ സഭയുടെ ഒരു വിശ്വാസി പെട്ടെന്ന് അദ്ദേഹത്തിന് BP കൂടി, ബ്രെയിനിലെ ഒരു ചെറിയ ഞരമ്പ് പൊട്ടി. അവിടെയുള്ളൊരു പ്രധാനപ്പെട്ട ആശുപത്രി ചെന്നപ്പോഴേക്കും സൈഡ് ഒരു ഭാഗം തടന്നു. ഉദാഹരണം കേട്ടോ, സംസാരിക്കാൻ പറ്റാതെയായി. ICUവിലേക്ക് ആക്കി. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്ന അറിയില്ല. വീണ്ടും സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മെഡിക്കൽ സ്റ്റേഡിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അറിയാലോ. ഡോക്ടർ സ്തോത്രം ഒബ്സർവേഷൻ ഇട്ടിരിക്കുകയാണ്. 10-48 മണിക്കൂർ ആരെയും കാണിക്കുന്നതിനകത്തിട്ടിരിക്കുക. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഏറ്റവും പ്രിയനായിരുന്നു, ആരോഗ്യ ദൃഢഗാത്രൻ, എനിക്ക് 48 വയസ്സുള്ള ആളായിരുന്നു. പാസ്റ്റർ എന്ന നിലയ്ക്ക് എന്നെ പെട്ടെന്ന് വിളിച്ചറിയിച്ചു. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, ഞാൻ തിരുവല്ലയിലായിരുന്നു, കൊട്ടാരക്കരയോ കോട്ടയത്ത് എവിടെയല്ല. ഞാൻ പെട്ടെന്ന് പരിപാടി ക്യാൻസൽ ചെയ്ത് ഓടി ഈ ഇദ്ദേഹത്തെ അഡ്മിറ്റാക്കിയിരിക്കുന്ന ആസ്പത്രിയിലേക്ക് വണ്ടി കൊണ്ടിട്ടിട്ട് ഓടി ചെല്ലുമ്പോൾ ICUവിൻ്റെ ഇപ്പുറേ അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും ബന്ധുക്കളും എല്ലാം കൂടെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ പ്രയാസത്തിനകത്ത് ഭാരപ്പെട്ട് നിൽക്കുക. എന്നെ കണ്ട മാത്രയിൽ സ്നേഹമുള്ളവരെ കാണുമ്പോൾ എന്തായി മാറും? പെട്ടെന്ന് ആ ആഴം കൂടും. എന്നെ കണ്ട മാത്രം പാസ്റ്ററേന്ന് വിളിച്ച് കരഞ്ഞു. ആ സഹോദരി സ്തോത്രം തലതല്ലി കരഞ്ഞു. നമുക്കിങ്ങനെ പറ്റിയെന്ന് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നൊരു പാസ്റ്ററല്ലേ, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറ്റി എൻ്റെ പാസ്റ്ററെ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളും വന്ന് കരയാൻ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു. ഞാനും കണ്ണു നിറഞ്ഞു. ഡോക്ടർ എന്ത് പറഞ്ഞു പ്രതീക്ഷിക്കാനൊന്നായില്ല, ഒരു സൈഡാക്കിയാലും പോയി. അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാം കേട്ടിട്ട് ഞാൻ ഈ ഭാര്യയോട് പറയുകയാണ്, പേടിക്കണ്ട ആൻറ്റി, നമുക്കൊരു മഹാപുരോഹിതനുണ്ടല്ലോ എന്ന് ICUവിൻ്റെ വാതിൽക്ക വെച്ച് പറഞ്ഞാൽ എനിക്കാണോ വട്ട്? അതെയോ ഇപ്പം മഹാപുരോഹിതനെയാണോ വേണ്ടേ? ആണോ? കാരണം ഇവിടെ ഞരമ്പ് പൊട്ടി ആള് തളർന്ന് കിടക്കുമ്പോൾ ഞാൻ ചെന്ന് പറയുക പേടിക്കണ്ട മഹാപുരോഹിതനുണ്ടെന്ന്. അതുപോലെയല്ലേ ഇപ്പം ഇവിടെ ഇവർക്ക് വസ്തുവില്ല, വീടില്ല, സ്വാതന്ത്ര്യം ഇല്ലാതെ ഇരിക്കുമ്പോഴത്തേക്കും
അവിടെ നിങ്ങോട്ട് മെസ്സേജ് വന്നിരിക്കുക, പേടിക്കണ്ട, വസ്തു ഇല്ലെങ്കിലും മഹാപുരോഹിതനുണ്ടല്ലോ എന്ന്. ബിസിനസ് നടത്തി ജീവിക്കാമെന്ന് ഓർത്തുകൊണ്ട് കടമെടുത്ത് പരിപാടി തുടങ്ങിയതാ, കച്ചവടം പൊട്ടിപ്പോയി. തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ പലിശയും കൂട്ടുപലിശയായി. 15 ലക്ഷം രൂപ തിരിച്ചടച്ചിന് ജപ്തിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു ജപ്തിയൊന്നും വരത്തില്ല, നമ്മുടെ ദൈവം വിശ്വസ്തനാന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആ ചേച്ചി അത് വിശ്വസിച്ചു. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ബാങ്കുകാർ കൊണ്ടുവന്ന് വാതക കൊണ്ടുവന്ന് നോട്ടീസ് ഒട്ടിച്ചു. 30-ാം തീയതി ജപ്തി. അപ്പോൾ കരഞ്ഞോണ്ട് വിളിക്കുക, പാസ്റ്ററല്ലേ പറഞ്ഞ ജപ്തിയില്ലെന്ന്, ഞങ്ങളത് വിശ്വസിച്ചിറങ്ങി അതൊക്കെ കൊണ്ട് ഒട്ടിച്ച് ഇനി പൊളിക്കാനും പറ്റിയല്ല പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഓടിച്ചെന്നല്ലേ പറ്റൂ, പാസ്റ്ററല്ലേ, പാസ്റ്ററായി നോക്കണം, എന്നാൽ അറിയാം വിഷമാനാന്ന്. അപ്പോൾ ചെന്നപ്പോൾ വാതയ്ക്ക് ഒട്ടിച്ച് വെച്ചിരിക്കുക, സീലും ചെയ്ത് 30-ാം തീയതി ജപ്തിയാന്ന്. ഞാനിത് വായിച്ചു. 15 ലക്ഷം രൂപ അടയ്ക്കണം, ഇല്ലെങ്കിൽ വസ്തു ജപ്തിയാന്ന് വായിച്ചു. ഞാനിത് വായിച്ചിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന, ജപ്തി എങ്ങാൻ ചെയ്താൽ ഞങ്ങൾ കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്യത്തുള്ളൂ എന്നൊക്കെ വിശ്വാസിയാണെങ്കിൽ അങ്ങ് പറയും. ഇവിടുത്തുകാർ പറയില്ല, തിരുവല്ലക്കാർ പറയും. തിരുവല്ലക്കാർ ഓൺലൈനിൽ കേൾക്കുന്നുണ്ടെങ്കിൽ തിരിച്ചവിടെ ചെല്ലുമ്പോഴത്തേക്കും വെള്ളം ഉണ്ടാക്കുവർ. എന്നാലും വേണ്ടില്ല, സ്തോത്രം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുക. അപ്പോൾ തിരുവല്ലക്കാർ പറയും, അങ്ങനെ ഞാൻ ജപ്തി എങ്ങാൻ വന്നാൽ ഞാനും പിള്ളേരെയും കൂടി ചാവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ പറയുകയാണ്, സഹോദരി മിണ്ടാതിരിക്കെ, നമുക്കൊരു മഹാപുരോഹിതനുണ്ടെന്ന് പറഞ്ഞാൽ അവർ ചിരവയ്ക്കടിക്കുക തന്നെ. കാരണം എന്നാ, 15 ലക്ഷം രൂപ കാശില്ലാതിരിക്കുമ്പോൾ പാസ്റ്റ് കളി പറയുകയാണ്, മഹാപുരോഹിതനാണോ ഇപ്പോൾ വേണ്ടേ? ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ലോജിക്കില്ലാത്ത വർത്താനല്ലേ ഇപ്പം ഇവരോട് ഈ പറയുന്നതെന്നാണ് ഈ ചോദിക്കുന്നത്. സ്തോത്രം. അപ്പം അതിനകത്ത് വെറുതെ ഒരിക്കലും ദൈവം പറയുകയല്ല, യേശുക്രിസ്തു നമുക്ക് മഹാപുരോഹിതനായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ ഇളകാതെ ആ സ്വീകാര്യം മുറുകെ പിടിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ പഞ്ഞി വെച്ചൊട്ടിച്ചതല്ല, അതിൻ്റെ പുറകിൽ എന്തോ ഉണ്ട്. യേശു രക്ഷകനാണെന്നറിയാം, സൗഖ്യദായകനാണെന്നറിയാം, മടങ്ങി വരുന്നവനാണെന്നറിയാം, ഇടയനാണെന്നറിയാം, വാതിലാണെന്നറിയാം, സ്തോത്രം, പുനരുത്ഥാനമാണെന്നറിയാം, ജീവനാണെന്നറിയാം. പക്ഷെ മഹാപുരോഹിതനാന്നുള്ള കാര്യം ഇന്ന് ദൈവമക്കൾ കേൾക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഒരു 5-6 മിനിറ്റും കൂടിയാണ് ഞാൻ അവസാനിപ്പിക്കാം, നമ്മുടെ സമയത്തിന് പരിമിതി ഉള്ളത് കൊണ്ട് കേട്ടോ. അഥവാ ഇന്ന് ഫുള്ളായില്ലെങ്കിലും ഞാൻ നാളെ സ്തോത്രം ഒരു 2 പേരെ കൂടി വിളിച്ചുകൊണ്ട് വന്നാൽ മതി, കുറച്ചുകൂടെ ആവേശത്തിൽ അന്നേരം ഞാൻ പറയാം. സ്തോത്രം. ഇന്ന് നിങ്ങളൊന്ന് ചൂടായി വന്നുകൊണ്ടാണ് ഇത്രയും സമയം പോയത്. നാളെ വന്ന വഴി ചൂടാണെങ്കിൽ ഞാൻ ആദ്യം മുതലേ നമുക്കിതിൻ്റെ ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ഗൗരവത്തിലേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓർത്ത് നോക്ക്, ഞാൻ പറയാം, യഹൂദന്മാരുടെ ആൾ, മഹാപുരോഹിതനെന്ന് പറയുന്ന ആൾ നമ്മുടെ ആളല്ല. കാരണം മഹാപുരോഹിതനെന്ന് പറയുന്നത് ലോകത്തിൽ ഒരു കൂട്ടരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അത് യഹൂദന്മാർക്കായിരുന്നു. അഹരോൻ മഹാപുരോഹിതനായിരുന്നു. പഴയ നിയമം വായിക്കും, മഹാപുരോഹിതനെ കണ്ടിട്ടുണ്ട്. വേറെ ഒരു കൂട്ടർക്കും മഹാപുരോഹിതൻ എന്ന് പറയുന്ന ഒരാളില്ല. ഹൈ പ്രീസ്റ്റ്, ആചാര്യന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്. പക്ഷെ ദൈവം പദവി കൊടുത്ത് നിർത്തിയിരിക്കുന്നൊരു മഹാപുരോഹിതൻ ലോകത്തിൽ ഒരു ജാതിക്കുമില്ല. അത് ദൈവത്തിൻ്റെ പഴയ നിയമ ജനമായിരുന്ന യഹൂദനുണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ ഒരു മനുഷ്യനല്ല, പുതിയ നിയമസഭയുടെ മഹാപുരോഹിതൻ യേശുക്രിസ്തുവാണ്. മഹാപുരോഹിതൻ എന്ന് പറഞ്ഞപ്പോൾ ആരാന്ന് നമുക്ക് മലയാളിക്ക് പിടികിട്ടിയില്ല. പക്ഷേ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന യഹൂദന്മാർക്ക് പിടികിട്ടി, നിങ്ങൾ അനാഥരല്ല, ആരുമില്ലാത്തവരല്ല. നിങ്ങളെ ആരും വന്ന് ഞോണ്ടിട്ട് പോകാൻ നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട നിങ്ങൾക്ക് യേശുക്രിസ്തു ഇന്ന് ആരാന്നറിയാമോ? എണ്ണയും കുഴമ്പും കൊണ്ട് നടക്കുന്ന നല്ല ശമരിയാക്കാരനല്ലവൻ. നിങ്ങളെ സംബന്ധിച്ച്, ആരുടെ സംബന്ധിച്ച്? രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ച് നിന്റെ മഹാപുരോഹിതനാണവൻ എന്ന് അവരോട് പറഞ്ഞപ്പോൾ പിടികിട്ടിക്കാണും. നമുക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല. ഒരു 5 മിനിറ്റോടെ ഞാൻ ശ്രമിക്കാം. സ്തോത്രം. കേട്ടോളണേ. മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനെങ്ങനെ പറയുന്നതിനെക്കുറിച്ച് ഈ എല്ലാവരുടെ അതായത് ഒരു യഹൂദന്മാരിൽ മാത്രം നിക്ഷിപ്തമായിരുന്ന ഒരു ചെറിയ സർക്കിളിൻ്റെ ഒരിതാണ് വാസ്തവത്തിൽ മഹാപുരോഹിതൻ എന്ന് പറയുന്ന ആൾ. സ്തോത്രം. നമുക്കറിയില്ല. അതറിയണമെങ്കിൽ നിങ്ങൾ നേരെ സിംഗപ്പൂർ, എനിക്കറിയില്ല, നിങ്ങൾ ആരെങ്കിലും സ്തോത്രം പിള്ളേരാരെങ്കിലും അമേരിക്ക പോയിട്ട് നിങ്ങളെയും കൊണ്ട് അവിടെ പോയി എന്നിരിക്കട്ടെ. നിങ്ങളവിടെ ചെന്നു, ഫയൽ ചെയ്ത് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ ചെന്നു. അപ്പോൾ പിള്ളേർ നിങ്ങളോട് പറയുകയാണ്, പപ്പ ഇവിടെ വന്നിങ്ങനെ ചുമ്മാ തണുപ്പ് അടിച്ചിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് BP-യും കൊളസ്ട്രോളും കയറി ചുമ്മാ വീർത്ത് ചത്തുപോകും, അതിനേക്കാൾ നല്ലത് രാവിലെ എഴുന്നേറ്റ് ഒന്ന് നടക്കാൻ പറഞ്ഞു. ഒരു ബർമൂഡ മേടിച്ച് തന്നു. രാവിലെ അപ്പച്ചനെ നടക്കാൻ വിടുകയാണ്. മലയാളിയായ മലയോര ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് പിള്ളേർ അമേരിക്ക പോയിൻ്റെ അവിടെ ചെന്ന അപ്പൻ
ഉള്ള മുറി ഇംഗ്ലീഷും കൊണ്ടൊക്കെ അത്യാവശ്യം പാല് മേടിക്കാനും പയറ് മേടിക്കാനൊക്കെ പോയിട്ട് വരും. അത്രയൊക്കെയുള്ള അപ്പച്ചൻ. പക്ഷെ രാവിലെ നടക്കാൻ വേണ്ടി പോയി എല്ലാ ദിവസവും നടക്കാൻ പോയപ്പോൾ എല്ലാ ദിവസവും രാവിലെ മോർണിംഗിൽ നടക്കാൻ വന്ന് പലരെയും കണ്ടപ്പോൾ ഒരു സായിപ്പിനെ കണ്ടു. സായിപ്പ് ചിരിച്ചു. പിറ്റേ ദിവസം കണ്ടപ്പോൾ ചിരിച്ചു. അങ്ങനെ ഹൗവാറിയൊക്കെ ചോദിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയപ്പോഴത്തേക്ക് സായിപ്പ് ഭയങ്കര വാചാലന. സായിപ്പ് അങ്ങ് പറയാൻ തുടങ്ങി, അമേരിക്ക ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയാമോ, ഇവിടുത്തെ പ്രസിഡന്റ് അറിയാമോ, മറ്റേതാരെങ്കിലും ചോദിച്ചപ്പോഴത്തേക്കും അപ്പച്ചന് പിടികിട്ടും തിരിച്ച് പറയാമെന്ന് തോന്നുന്നു. അങ്ങനെ 3-4 ദിവസമായിട്ട് അപ്പച്ചൻ മലയാളികളുടെ അങ്ങനെ ചൊരുക്ക് കയറിയിരിക്കുക. ഇയാളിങ്ങനെ ചൊറിഞ്ഞ് നിൽക്കുക. ഒരു ദിവസം രാവിലെ അപ്പച്ചൻ അങ്ങോട്ട് ചോദിച്ചു, സായിപ്പേ മാവേലി അറിയോ? മാവേലിയെ. സായിപ്പേ മാവേലി. അത് അപ്പൻ ചോദിക്കും, മാവേലി അറിയാത്ത സായിപ്പ് എന്നാ സായിപ്പാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാവേലി എന്ന് പറയുന്ന പുള്ളി ഒരു വലിയ പുള്ളിയൊന്നുമല്ല. ഈ ലോകത്തിലെ ഭൂഖണ്ഡങ്ങളിൽ ഒന്നായിരിക്കുന്ന ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഒരു കൊച്ചു രാജ്യമായിരിക്കുന്ന ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കിടക്കുന്ന കേരളമെന്ന് പറയുന്ന ഈ സംസ്ഥാനത്തിൻ്റെ ഒരു സാങ്കല്പിക കഥാപാത്രം, കുറച്ച് പേര് മാത്രം ആണ്ടിലൊരിക്കൽ ഓർക്കുന്ന ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണ് മാവേലി. അത് സായിപ്പിനറിയല്ല. അത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ പല പഞ്ചാബിക്ക് അറിയുമെന്നറിയാല. ഇതുപോലെയാണ് മഹാപുരോഹിതൻ. ലോകത്തിലെ ഒരു കൊച്ചു വിഭാഗത്തിന് മാത്രം ഉണ്ടായിരുന്നതാണ് മഹാപുരോഹിതൻ. അതുകൊണ്ട് നമുക്കൊന്നും മഹാപുരോഹിതനെ അറിയില്ല. പക്ഷേ യേശു മഹാപുരോഹിതനാന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് മഹാപുരോഹിതൻ? മഹാപുരോഹിതൻ്റെ അധികാരമാണ് ഏറ്റവും വലുത്. മഹാപുരോഹിതൻ്റെ അധികാരം. മഹാപുരോഹിതൻ്റെ അധികാരം നിങ്ങൾക്ക് അറിയണമെങ്കിൽ സ്തോത്രം, ഇന്ന് അതിലേക്ക് കയറിയാൽ നമുക്ക് ഇങ്ങ് എത്താൻ പറ്റിയില്ല. എങ്കിലും ഞാൻ നിങ്ങളോട് പറയാം, ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വിശദീകരണം നാളെ തരാം. സ്തോത്രം. 4 കാര്യങ്ങൾ യേശുവിനെക്കുറിച്ച് മിനിമം പറയണം, നാളെ മറ്റന്നാളും ഒക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് സ്തോത്രം, നിങ്ങൾ സന്തോഷത്തോടെ കടന്നു വരികയും പങ്കെടുക്കുകയും മറ്റുള്ളവരെ കൂടി ഈ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി മനസ്സ് വെക്കുകയും ചെയ്യണം. ഇപ്പം ഞാൻ ഒരു 2 കാര്യം പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മഹാപുരോഹിതൻ എന്ന് പറയുമ്പോൾ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും അന്തിമ വിധി, ആരെന്ത് പറഞ്ഞാലും ലാസ്റ്റ് അവനെ ആ വിധിക്ക് നടപ്പാക്കണമോ എന്ന് തീരുമാനിക്കുന്നത് അവൻ്റെ മഹാപുരോഹിതനാണ്. അതറിയണമെങ്കിൽ യേശുക്രിസ്തുവിനെ ന്യായവിസ്താരം നടത്തുന്ന പശ്ചാത്തലമൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. സെനദ്രീം സംഘം എന്ന് പറയുന്ന ഒരു മതകോടതി ഉണ്ടായിരുന്നു. ആ മതകോടതിയുടെ ജഡ്ജി കൂടെയാണ് മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതനാണ് പീലാത്തോസ് പറഞ്ഞാലും, ഞാൻ തെളിവ് ബൈബിളിൽ നിന്ന് തരാം, ആര് പറഞ്ഞാലും മഹാപുരോഹിതൻ പറയാതെ ന്യായപ്രമാണത്തിൻ്റെ കീഴെ നിൽക്കുന്ന ഒരുവനെ വധിക്കാനോ ശിക്ഷ നടപ്പാക്കാനോ ഒന്നും അനുവാദമില്ല. അപ്പോൾ മഹാപുരോഹിതൻ എന്ന് പറയുന്ന പദവി ചുമ്മാ, ഞാൻ ആ വാക്ക് എന്താ പറയുക, ആരെയും ഇൻസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനും കൊച്ചാക്കാൻ വേണ്ടി പറയുകയല്ല. നമ്മുടെ ഒരു യോഗത്തിനകത്ത് ദൈവമക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. പെരകുദാശ നടത്താനും അല്ലെങ്കിൽ കൊച്ചിനെ പ്രതിഷ്ഠിക്കാനും വേണ്ടിയിട്ട് സ്തോത്രം നിർത്തിയിട്ടിരിക്കുന്നൊരു പദവിയല്ലത്. പിന്നെ ആ പദവി യേശുക്രിസ്തുവിൻ്റെ മാർഗത്തിൽ വിശ്വസിച്ച് സഭയ്ക്കകത്ത് വരുത്തുന്ന ഒരുവനെ അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നേരിട്ടാലും അവൻ്റെ ജീവിതത്തിൽ നടക്കണോ വേണ്ടയോ എന്ന് ഫൈനൽ വിധി പറയേണ്ടത് മഹാപുരോഹിതനാണ്. അവൻ ഡോക്ടർ പറഞ്ഞാലും മഹാപുരോഹിതൻ പറയാതെ മരിക്കുകയല്ല. എത്രയോ കേസ് ദൈവസഭയ്ക്കകത്തുണ്ട്, പ്രാർത്ഥിക്കുന്നവർക്കറിയാം. വൈദ്യശാസ്ത്രം പറഞ്ഞു, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു എന്ന് പറഞ്ഞ് മാറ്റിയിട്ട കേസും മഹാപുരോഹിതൻ പറഞ്ഞു, ഇല്ല സ്തോത്രം, നീ മരിക്കാറായിട്ടില്ല. ഇവിടുത്തെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ കോടതിയൊക്കെ പറഞ്ഞതിൻ്റെ മീതെ കയറി പറയാൻ അധികാരമുള്ളവനാണ് മഹാപുരോഹിതൻ. അതുകൊണ്ട് എബ്രായ ക്രിസ്ത്യാനികളോട് സ്തോത്രം, ഈ കഷ്ടപ്പാടിൻ്റെ നടുവിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞിരിക്കുന്നവരോട് പറഞ്ഞു, നിങ്ങൾക്കൊരു മഹാപുരോഹിതനുണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം സ്തോത്രം ഇത്രയേ ഉള്ളൂ, ഈ ലോകത്തിലെ ഏത് അധികാരിയും വിധി പറയട്ടെ, പറഞ്ഞു കഴിയട്ടെ, ഇതെല്ലാം കഴിയുമ്പോൾ നിൻ്റെ മഹാപുരോഹിതൻ അതിൻ്റെ മീതെ കയറി ഒരു വിധി പറയും. നീ രക്ഷപ്പെടത്തില്ല, നീ സ്തോത്രം തെരുവിൽ കിടന്ന് തെണ്ടത്തുള്ളൂ, നിന്റെ കൊച്ചുങ്ങളെങ്ങും എത്തത്തില്ല, സ്തോത്രം നമുക്ക് കാണാം എന്നൊക്കെ ആര് പറഞ്ഞാലും ആ പറഞ്ഞ വാക്കൊന്നും ഒരു അന്തിമ വാക്കല്ല. അതിൻ്റെ മീതെ കയറി വിധി പറയുന്ന ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ടാണ് ഇന്ന് നമുക്ക് പലരും പറഞ്ഞത് ഫലിക്കാതിരുന്നത്.
സ്തോത്രം. നമ്മൾ പറയില്ലേ, അമ്മയൊക്കെ പറഞ്ഞാൽ ഫലിക്കുമെന്നാണ് പൊതുവിൽ നമ്മുടെ നാട്ടിൽ പറയുന്നത്. അമ്മമാരൊക്കെ ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് വന്ന സമയം അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. സ്തോത്രം. ഞാൻ അടിസ്ഥാനപരമായിട്ട് എറണാകുളംകാരനാണ്. മുളന്തുരുത്തിയാണ് സ്ഥലം. സ്തോത്രം. പരിമല തിരുമേനിയുടെ നാടാണ് മുളന്തുരുത്തി. അപ്പോൾ അവിടുത്തെ ഒരു യഥാസ്ഥിതിക ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. വല്ലാത്ത ഒരു സാഹചര്യത്തിൽ ജനിച്ചു വളർന്നു പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നത് ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഇടവക പള്ളിയെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ആദ്യമായിട്ടാണ്, അപ്പോഴത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കുടുംബം വിശ്വാസത്തിലേക്ക് വരുന്നത്. അത് ഭയങ്കര കോളിളക്കം സൃഷ്ടിച്ചു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും, വീട്ടുകാർക്കും സ്വന്തക്കാർക്കൊക്കെ ഭയങ്കര പ്രയാസമായി. ആ സമയത്ത് എൻ്റെ ഗ്രാൻഡ് മദർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, പാവാമ്മച്ചി. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ അവിടെ വന്ന് താമസിക്കും. സ്തോത്രം. എന്നെ ഭയങ്കര റെസ്പെക്റ്റാണ് ഇപ്പോൾ. അമ്മച്ചി പറയുന്നത് ഞാൻ നമ്മുടെ കൂട്ടത്തിൽ വലിയ തിരുമേനിയാന്ന്. 96 വയസ്സും കണ്ടുപോയി. എന്തോ ആയിക്കോട്ടെ. സ്തോത്രം. അപ്പം അമ്മച്ചി ഞങ്ങൾ വിശ്വാസത്തിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചിക്ക് ഇങ്ങ് സഹിക്കാൻ വയ്യ. ഞാൻ ഓർക്കുന്നുണ്ട്, അമ്മച്ചി ഒരു ദിവസം ഞങ്ങളുടെ വീടിൻ്റെ ഒരു പഴയ ഒരു ഓലഷെഡാണ് ഞങ്ങളുടെ വീടെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവിടെ വന്ന് വീട്ടിൽ, അപ്പം അമ്മയുടെ മോണാണല്ലോ എൻ്റെ അമ്മ. അവിടെ അപ്പോൾ അമ്മ പറഞ്ഞ അമ്മച്ചി അമ്മത്ത് കയറിയില്ല. അമ്മയ്ക്കങ്ങ് സങ്കടം കൊണ്ട് സഹിക്കാൻ വയ്യാതെ ആയിട്ട് അമ്മ പറഞ്ഞു, സ്തോത്രം, മര്യാദയ്ക്ക് നീ പിള്ളേരെയും വിളിച്ചുകൊണ്ട് നാളെ അങ്ങനെ അമ്മ രീതി പറച്ച് അത് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ഞാൻ പറയുന്നത് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല അമ്മ, ഞങ്ങൾ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, ഇനി ഞങ്ങൾ യേശുവിൻ്റെ. അപ്പം അമ്മയ്ക്ക് സഹിക്ക വയ്യാതെ അമ്മ ആ മുറ്റത്തുനിന്ന് ഒരുപിടി മണ്ണ് വാരിയിട്ട് തലയിൽ വെച്ചിട്ട് ശപിച്ചിട്ട് പറഞ്ഞു, നീ മടങ്ങി വന്നില്ലെങ്കിൽ നീയും പിള്ളേരും കൂടി തെണ്ടി പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് വരുമെന്നും പറഞ്ഞ് ഞങ്ങളുടെ പെരക്കകത്തേക്ക് മണ്ണ് വാരി എറിഞ്ഞു. ശപിച്ചെറിഞ്ഞതാ. അമ്മ ശപിച്ചെറിഞ്ഞാൽ അതൊക്കെ കടുങ്കയ്യാന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റില്ല. ഏറ്റായിരുന്നെങ്കിൽ ഞാനിന്ന് സിംഗപ്പൂരിൽ വരില്ലായിരുന്നു. അമ്മ പറഞ്ഞത് 3 മാസം കൊണ്ട് പിച്ചച്ചട്ടി എടുത്ത് വരുമെന്നാണ്. കാരണം അന്നറിയില്ലെങ്കിലും ഏത് വാക്കിൻ്റെ മീതേം കയറി വിധി പറയുന്നൊരു മഹാപുരോഹിതനുണ്ട്. മനസ്സ് നൊന്ത് നീതികേട് കാണിച്ചാൽ അമ്മ പറഞ്ഞാൽ ഫലിക്കും. ഞാൻ അമ്മമാരെ തള്ളിയതല്ല. അവരെ കരയിപ്പിച്ചാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കില്ല. പക്ഷേ സത്യത്തിന് വേണ്ടി നിന്നതിൻ്റെ പേരിൽ ആര് പ്രാഗിയാലും ശപിച്ചാലും വിധിച്ചാലും നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. സ്തോത്രം. അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞ് നമുക്ക് അമ്മയൊന്നും പറയണ്ട. നമ്മുടെ മലയാളിക്ക് സ്തോത്രം, നമ്മൾ കൊച്ചിൻ്റെ കല്യാണം ആലോചിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പല്ലി കയറി ചിലച്ചാൽ മതി. അമ്മ പറയണ്ട. പല്ലി ചിലച്ചാൽ നമ്മൾ എന്തോ പറയും? പല്ലി പറഞ്ഞ് മിക്കവാറും നടക്കൂലെന്ന്. അതാ നമ്മൾ മലയാളി. അതിൽ നിന്നൊക്കെ നമ്മൾ ഇത്രയും രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്തൊരു സ്തോത്രം പറഞ്ഞേരെ. സ്തോത്രം. അപ്പോൾ ഇനി പല്ലി പറഞ്ഞാലും പഴുതാര പറഞ്ഞാലും പറയണം, നിൻ്റെ മീതെ പറയുന്നൊരു മഹാപുരോഹിതൻ ഞങ്ങൾക്കുണ്ട്. ഡോക്ടർ പറഞ്ഞാലും മരണം വരെ മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ, ഞാൻ വിശ്വാസം നിങ്ങൾക്ക് പ്രാക്ടിക്കലാക്കുകയാണെങ്കിൽ സത്യമായി പറയുന്നത് കേട്ടോ, എൻ്റെ കയ്യിൽ വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് തരാം. മരണം വരെ മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ രോഗം ഒന്നും പറഞ്ഞില്ല. പക്ഷെ തിരിച്ച് ആസ്പത്രിയുടെ പടിക്കെട്ടിറങ്ങും പറഞ്ഞു, എനിക്കൊരു മഹാപുരോഹിതനുണ്ട്. അവൻ പറഞ്ഞെങ്കിലേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. യേശു പറയാത്ത ഒരു കാര്യവും നിൻ്റെ ജീവിതത്തിൽ അന്തിമവിധിയാകില്ല. സ്തോത്രം. ആര് പറഞ്ഞാലും 1 സെൻറ്റ് ഭൂമി തരത്തില്ല, നീ വാടക വീട്ടിൽ കിടന്ന് അല്ലെങ്കിൽ നിൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആരുടെങ്കിലും പരിയമ്പുറത്ത് കിടന്ന് മരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞവരെയൊക്കെ ദൈവം തമ്പുരാൻ ആ വാക്കൊന്നും ഫലിച്ചില്ല. അതിൻ്റെ മീതെ പറയുന്നൊരു ദൈവമുണ്ട്. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് നിർത്താം ഇപ്പോൾ. ബാക്കിയൊക്കെ നമുക്ക് നാളെ പറയാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ, ദയവായിട്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ.